കുറെ പേര് പോയിട്ട് ബിഗ് ബോസ് ഒന്ന് ചൂടാകണമെങ്കിൽ കുറെ നല്ല കണ്ടസ്റ്റൻസ് കയറണം. ഈ ശാരിക, ശൈത്യ, രേണുസുതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക്കിനെ ഒരു എന്തോ സോഷ്യൽ മീഡിയ എഫക്ട് കൊണ്ട് നിർത്തിയേക്കുന്നതാണെന്ന് തോന്നുന്നു. എവർക്കും നമസ്കാരം. ബിഗ് ബോസിന്റെ ഞായറാഴ്ച ലാലേട്ടം വന്ന എപ്പിസോഡ് അടുത്ത ചില മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ ഒരു ഞായറാഴ്ച എന്ന് വേണം പറയാൻ. കാര്യം ഈ ആഴ്ച 2 എവിക്ഷൻ നടക്കുമോ. ശനിയാഴ്ച ബിൻസി പുറത്താക്കിയതുകൊണ്ട് ഒരാളെ കൂടി പുറത്താക്കുമോ എന്നുള്ളതായിരുന്നു വലിയ ഒരു അതിനകത്തുള്ള ടെൻഷൻ. ഭൂരിഭാഗം ആൾക്കാരും വോട്ട് ചെയ്തത്, അതായത് കമന്റുകളിലൂടെ വന്നത് ശൈത്യ ഏകദേശം പുറത്താകും. ശൈത്യയുടെ കാര്യത്തിൽ എന്തായാലും എടുത്തു കളയും. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ശൈത്യ പോകാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പിന്നെ നടന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ 2 പരിപാടികൾ ഒഴിച്ച് പിന്നെ ആകെ മൊത്തം എല്ലാവരും അവലോകനമായിരുന്നു ലാലേട്ടൻ നടത്തിയത്. അതാണ് ഇന്നലത്തെ ഞായറാഴ്ച നടന്നത്. അതായത് ക്യാപ്റ്റന്മാരെന്ന് പറഞ്ഞ് അനീഷും ഷാനവാസും തമ്മിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ. അപ്പം അനീഷ് മാറത്തില്ല, ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്നുള്ള പുള്ളിയുടെ ഒരു അഹങ്കാര മനോഭാവം അനീഷിൽ നിന്ന് ലാലേട്ടൻ ഇങ്ങനെ മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇതെല്ലാം എടുത്തിരുന്നത്. എന്തായാലും ശരി, ഷാനവാസ് പറയുന്നു പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ആക്ട് ചെയ്യുന്ന ഡബ് ചെയ്യുന്ന പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഉപഗ്രഹമാണോ അനീഷ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ശരി, അത് കിച്ചണിലെ കാര്യം പറയുകയേ വേണ്ട. കിച്ചണിലാണ് അനീഷ് എവിടെ പോകുമ്പോൾ അവിടോട്ടാണ് ക്യാമറയും മറ്റാൾക്കാരും അങ്ങോട്ട് ചെന്ന് അല്ലെ തേനീച്ചക്കൂട്ടിലേക്ക് ഇത് ചെല്ലുന്ന മാതിരിയാണ്, ആകർഷിച്ച് അവിടെ അടിപിടിയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ ക്യാപ്റ്റൻസി ഇതിലേക്ക് വന്നത് തന്നെ പിന്നെ ഇദ്ദേഹമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മുടെ ആര്യൻ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് വെച്ചാൽ അഭിലാഷ്, ജിസേൽ, ഇവര് 3 പേര് ഒരു സൈക്ലിംഗ്, ചെറിയൊരു കുട്ടി സൈക്കിളിൽ അത് പെടല് ഇങ്ങനെ കാലിടിക്കും, അത് എങ്ങനെങ്കിലും ഒക്കെ പോയാൽ മതി. അപ്പൊ ഇന്നലെ ഒരു പ്രൊമോ വന്നപ്പോ ആര്യൻ അഭിലാഷിനെ ചവിട്ടിയിടുന്ന ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രൊമോ വന്നത്. അപ്പൊ തന്നെ പറഞ്ഞു ഇത് കാണിച്ചത് തെറ്റല്ലേ, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫൗളാണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ ടാസ്ക് അങ്ങനെയാണ് കൊടുത്തത്. ഏത് രീതിയിലും ഔട്ടാക്കാം, ആ കണ്ടസ്റ്റൻസിനെ ഏത് രീതിയിലും ഔട്ടാക്കാം. അങ്ങനെ പുറകെ വരുന്നവർക്ക് ഇപ്പോഴും മുന്നിൽ പോകുന്നവർക്ക് പ്രശ്നമാണ്. അഭിലാഷ് മുന്നിലായി. അങ്ങനെ ചുരുക്കി പറഞ്ഞ അഭിലാഷിനെ ഈ ചവിട്ടി ഇത് ചെയ്യുന്ന ഒരു സംഭവമാണ് കാണുന്നത്. പക്ഷെ അഭിലാഷ് അതിനെ വലിയ അനീഷന്മാര് ഒരു പ്രശ്നങ്ങളായിട്ടൊന്നും അത് എടുത്തിട്ടില്ല. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് ടാസ്കിന്റെ ഭാഗമായിട്ട് അത് പോകുന്ന ഒരു രംഗം പിന്നെ കണ്ടു നമ്മള്. അത് കഴിഞ്ഞ് ജിസേലാണ്. ജിസേല് പോവും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. ആര്യന്റെ ഒരു നല്ല ഒരു ചുരുക്കോടെ നിന്നൊരു കളിയായിരുന്നത്. അങ്ങനെ ആര്യനെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ പുള്ളി പറയുന്നത് കുറെ പരിഷ്കാരങ്ങൾ ചെയ്യും. എന്ത് ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആര്യടൊക്കെ ഒരു സൈലന്റിൽ നിന്ന് കയറി വന്ന ഒരു ക്യാപ്റ്റനാണ്. പിന്നെ വലിയ അത്യാവശ്യം ടാസ്കില് പുള്ളി എഫേർട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ മറ്റു കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ഇതുണ്ട്. പിന്നെ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമുണ്ട്. ഏറ്റവും കൂടുതൽ നല്ല സൗഹൃദം വെക്കുന്ന അതിനകത്തിലെ ഏക വ്യക്തി അഭിലാഷാണ് എൻ്റെ ഒരു നോട്ടത്തില് കാണുന്നത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇതിനകത്തിൽ കുറെ പേര് പോയിട്ട് ബിഗ് ബോസ് ഒന്ന് ചൂടാകണമെങ്കിൽ കുറെ നല്ല കണ്ടസ്റ്റൻസ് കയറണം. ഈ ശാരിക, ശൈത്യ, രേണുസുതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക്കിനെ ഒരു എന്തോ സോഷ്യൽ മീഡിയ എഫക്ട് കൊണ്ട് നിർത്തിയേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവരൊന്നും ഒരു കാര്യം, ഇതൊന്നും ഒരു ടാസ്കിന്റെ കാര്യങ്ങളിൽ വരുമ്പോൾ ഇവരൊക്കെ വളരെ പുറകോട്ട് പോകുന്നു. കുറച്ചു പേര് പിന്നെ അതുപോലെ തന്നെ അപ്പാനി ശരത്തിന്റെ ചില മോശമായ പ്രകടനങ്ങൾ, പുള്ളി കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച ബിൻസിയായിട്ടുള്ള പ്രശ്നങ്ങള്, ഇതൊക്കെ വെളിയിലേക്ക് ബിഗ് ബോസിന്റെ തന്നെ ഇമേജിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ബിഗ് ബോസ് മനഃപൂർവ്വം പുറത്താക്കിയതാണ് പിന്നെ ബിൻസി എന്ന് പറയുന്നത്. ഇവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് സംശയം തോന്നി പുറത്താക്കി എന്നൊക്കെയാണ് ഒരു ഭാഗം പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും ശരി. ഈ അപ്പാനിശരത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചുമ്മാ ഇങ്ങനെ അനീഷിന് നേരെയുള്ള വഴക്കിൽ കുറെ സംസാരിക്കുന്നതല്ലാതെ ഷാനവാസ്
സംസാരിക്കുമെങ്കിൽ ഷാനവാസിന്റെ കുറെ ഒരു കാലിബറാണ് ഷാനവാസ്. പക്ഷെ മറ്റുള്ളവരൊക്കെ അതുപോലെ ഈ പിന്നെ രന ഫാത്തിമയൊക്കെ ഈ ആഴ്ച ഒന്നും ഒരു കണ്ടന്റും കൊടുത്തിട്ടില്ല. അതുപോലെ പിന്നെ ആദില നൂറ ഒരു സൈലന്റ് ഇങ്ങനെ പോകുന്നു, ഒരു വഴുക്കൽ പരുവമാണ്. അതിനുശേഷം നടന്ന പരിപാടി എന്ന് പറഞ്ഞത് ഈ എവിക്ഷൻ പരിപാടിയാണ്. സൺഡേയിലെ ഒരിച്ചിരി ടെൻഷൻ അടിപ്പിച്ച പരിപാടി എന്ന് പറഞ്ഞ എവിക്ഷനാണ്. അപ്പം ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള ഒരു അഭ്യൂഹങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും ശരി, അതിനകത്തില് ബിന്നിയുണ്ട്, ഗിസേലുണ്ട്, അക്ബറുണ്ട്, നെവിനുണ്ട്, ശൈത്യ, സന്തോഷ്, ഇത്രയും പേരായിരുന്നു. അങ്ങനെ തുടങ്ങുന്ന അങ്ങനെ 1-2 പേരെ ആദ്യം ഇരുത്തി. അനുമോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ എല്ലാം ഇത് വെച്ചിട്ട് ഇരുത്തി കഴിഞ്ഞ് ലാസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ നെവിനെ ഒരു ഡാൻസറാണ് ഇങ്ങനെ കാണിച്ച് ലാലേട്ടൻ ഇന്നലെ പറയുന്നുണ്ട്, വെസൽ ടീമിന്റെ ഇതില് ഇങ്ങനെ കാണിച്ചു, നീ വല്ലതും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ ഒരു എന്തുവാ ഈ സർക്കസിലെ ബഫൂൺ കാണിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ആക്ടിവിറ്റിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ ഇവന് ഡാൻസ് കളി ഒരു എന്റർടൈനറാണ് അതിനകത്തില്, ഇതേ ഉള്ളൂ. ബിഗ് ബോസിലെ എന്റർടൈനർ ആരെന്ന് വെച്ചാൽ നെവിൻ ആണ്. പിന്നെ അക്ബർ ഒരു സിംഗർ ആണെങ്കിലും അവിടെ പാട്ടോ ഒന്നും കേൾക്കുന്നില്ല. ഒരു പാട്ടിന്റെ ഒരു ഫ്രീ ടൈമിലൊക്കെ ഒരു നല്ല പാട്ട് പാടുവോ അങ്ങനെയൊക്കെ ഒരു എന്റർടൈൻമെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാള് അക്ബറാണ്. അക്ബർ ഒന്നും ചെയ്യുന്നില്ല. ഇവൻ ചുമ്മാ വരുന്ന ഇങ്ങനെ കട്ട് തിന്നുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നത്. അതുപോലെ അക്ബറും ഈ പറഞ്ഞ ഒരു വലിയ ഒരു ഇതിലൊന്നും കയറി വന്നിട്ടില്ല. ഇതിനകത്ത് ഇന്ന് അവസാന ഘട്ടത്തിൽ വന്നതാണ് ശൈത്യയുടെ ആ ഒരു എല്ലാവരും 100% വിശ്വസിച്ചു. എന്നാലും ശൈത്യ പോകുന്നു. കാര്യം അതിനകത്ത് ആർക്കും ഒരു അതിശയോക്തി ഇല്ല. ബിൻസി പോയതാണ് ഒരു അപ്രതീക്ഷിത എവിക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ ശൈത്യയെ എന്തുകൊണ്ട് നിർത്തിയെന്ന് വെച്ചാൽ ഒരാഴ്ച 2 എവിക്ഷൻ വേണ്ടാന്നുള്ളത്. മിക്കവാറും അടുത്ത ആഴ്ച പോകാൻ ചാൻസ് ഉള്ളതില് ശൈത്യയൊക്കെ ആയിരിക്കും. ശൈത്യ, രന ഫാത്തിമയുടെ ഇപ്പൊ ഒരു വലിയൊരു ഇതൊന്നും സ്കെയിൽ കയറി വരുന്ന കാണുന്നില്ല. അതുപോലെ ഇവരത്രത്തോളം നിൽക്കും ആദില നൂറ എന്നൊക്കെ ഉള്ള നമ്മളുടെയും വരും ആഴ്ചകളിൽ കുറച്ച് ടാസ്ക് പരമായി ഇപ്പൊ ഇന്നലെ ഇച്ചിരി റിലാക്സ് ചെയ്ത ഒരു ദിവസമായിരുന്നു. അടുത്ത ആഴ്ചകളിലേക്ക് വരുമ്പം ഇതിന്റെ മറ്റു കുറെ ഹെവി ടാസ്കുകളൊക്കെ വരുന്നതാണ് ലാലേട്ടൻ പറഞ്ഞത്. ഇതിനിടയ്ക്ക് സ്പൈക്കുട്ടൻ വന്ന് കയറിയിട്ടുണ്ട്. സ്പൈക്കുട്ടൻ എപ്പോഴും വന്നു. സ്പൈക്കുട്ടൻ ഏത് സമയവും ബിഗ് ബോസിൽ കയറും. ആ സ്പൈ എന്ന് പറയുമ്പോൾ തന്നെ ചാരപ്രവർത്തിയാണ്. എന്തൊക്കെയോ ചാരപ്രവർത്തികൾക്കായിട്ടാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു ഇതിനകത്തിലൊരു ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞത് സ്പൈക്കുട്ടൻ വന്നതാണ്. അമാനുഷികമായ ഒരു റോബോട്ട് കൂടെ കയറും അതിനകത്തിൽ എന്തെങ്കിലും കളികൾ കളിപ്പിക്കും അവര്. പിന്നെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അനീഷിന് നേരെ കസേര അടുത്ത് അടിക്കാൻ ശ്രമിച്ച പ്രകോപിതനായ ഷാനവാസിന്റെ കാര്യങ്ങള് അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ അതിനകത്തില് ഈ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ എല്ലാം പറഞ്ഞ വാക്കുകൾ, അനുമോളെ അതുപോലെ പിന്നെ കഴുതയെന്ന് വിളിച്ചത്, അങ്ങനെ കുറെ ഇതിനകത്തിലെ മൊത്തം ഈ ഇങ്ങനെയുള്ള പരിപാടികളായിരുന്നു ഇന്നലെ നടന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ എപ്പിസോഡായിരുന്നു. പക്ഷെ കുറെ എവിക്ഷന്റെ ഒരു എപ്പിസോഡിന്റെ ഒരു ഗുമ്മ കൊടുത്തെന്നുള്ളേ ഉള്ളൂ. ബാക്കി ഒഴിച്ചാൽ നോർമൽ എപ്പിസോഡായിരുന്നു. ലാലേട്ടന്റെ ഇന്നലത്തെ ഞാനെപ്പോഴും ലാലേട്ടന്റെ വരുന്ന ആ ഡ്രസ് കോഡാണ് ശ്രദ്ധിക്കുന്നത്. ആദ്യം ഒരു ബ്ലാക്ക് മുണ്ട്, ബ്ലാക്ക് മണ്ടേ നമ്മളിതൊക്കെ കൈലി എന്ന് പറയാൻ ഇപ്പൊ ഒരു മുണ്ടായി. ഇതൊരു ട്രെൻഡ് സെറ്ററായിട്ട് മാറിയാണ് ലാലേട്ടന്റെ ഈ ബിഗ് ബോസ്. കഴിഞ്ഞ ദിവസത്തേക്ക് ഉടുപ്പൊക്കെ ഭയങ്കര അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ വന്നത് ബ്ലാക്കിൽ ഈ സൈഡില് ഈ ചെസ്റ്റ് സൈഡില് കുറെ എന്തൊക്കെയോ മ്യൂറൽ വർക്ക് മാതിരിയുള്ള ഒരു വർക്കൊക്കെ ഇട്ട് ഇന്നലെ ആ ഒരു ഡ്രസ് കോഡ് മാത്രമായിരുന്നു. കാരണം വലിയ നല്ലൊരു ഡ്രസ്സായിരുന്നു. പക്ഷെ അതിന്റെ ശനിയാഴ്ച വന്ന ഡ്രസ്സുകൾ നല്ല അടിപൊളിയായിരുന്നു എന്ന് വേണം പറയാൻ. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.